ഈ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് പോയെങ്കിൽ എല്ലാവർക്കും വ്യൂസും വാച്ച് ടൈമും സബ്സ്ക്രൈബേഴ്സും കൂട്ടാം, അതുപോലെ കൂടുതൽ പൈസയും ഉണ്ടാക്കാം. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോയെ നമുക്ക് മറ്റ് 5 യൂട്യൂബേഴ്സുമായിട്ട് കൊളാബ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ 5 യൂട്യൂബേഴ്സിൻ്റെയും വ്യൂവേഴ്സിലേക്ക് നമ്മുടെ ഈ വീഡിയോ പോവുകയും നമ്മുടെ ഈ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് കിട്ടാനും ഇത് ഉപകരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആരൊക്കെയായിട്ടാണോ കൊളാബ് ചെയ്യുന്നത് അവരുടെ എല്ലാവരുടെയും സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനും ഇത് ഉപകരിക്കുന്നുണ്ട്. ഇവിടെ നോക്ക്, നമ്മൾ കൊളാബ് ചെയ്യുന്ന ഒരു വീഡിയോ ഇതേ രീതിയിലായിരിക്കും ഓഡിയൻസിലേക്ക് പോകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 5 യൂട്യൂബേഴ്സിനെയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതേപോലെ ഒരു ഓഡിയൻസ് കണ്ടു കഴിഞ്ഞാൽ അവരെ എല്ലാവരെയും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഈ ഫീച്ചർ ഓൾറെഡി മാക്സിമം ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കും ഇന്നലെയാണ് കിട്ടിയത്, നിങ്ങൾക്കും കിട്ടിക്കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടിക്കാണുമെങ്കിൽ എങ്ങനെ നമുക്ക് കൊളാബ് ചെയ്യാം, അതായത് ഞാൻ എൻ്റെ ഒരു 3 സുഹൃത്തുക്കളുമായിട്ട് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ ചെയ്യാം, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ഇൻവിറ്റേഷൻ ഈ ഞാൻ ആരൊക്കെയായിട്ടാണോ കൊളാബ് ചെയ്യുന്നത് അവരിലേക്ക് എത്തുമ്പോൾ അവരതിനെ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, ഈ ഒരു പ്രോസസ്സ് കൊളാബറേഷൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൊളാബ് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂട്ടാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞ് നമ്മൾ വെറുതെ സമയം കളയുന്നില്ല. ഞാൻ എങ്ങനെയാണ് കൊളാബ് ചെയ്തത് അത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ടുള്ള എൻ്റെ ചാനൽ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്കാം, മുകളിൽ വ്യൂ ചാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്കുക, മാനേജ് വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് കൊളാബ് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ വീഡിയോസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ കാണുന്ന ഈ വീഡിയോ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. ഇതിനെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് കൊളാബ് ചെയ്യാം. അപ്പോൾ ഇതിനെ എഡിറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്കുക, എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഈ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴേക്ക് നോക്കിയാൽ ഇൻവൈറ്റ് കൊളാബറേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ഒരു സ്ക്രീനാണ് ആദ്യം വരുന്നത്. ഇവിടെ യൂട്യൂബ് 3 പോയിന്റ്സ് പറയുന്നുണ്ട്. ഇത് പലർക്കും ഉള്ള പല സംശയങ്ങളുമാണ്. നമ്മൾ കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വ്യൂസും സബ്സ്ക്രൈബേഴ്സും വാച്ച് ഓവറും ഒക്കെ എങ്ങനെ പോകും, നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള പല സംശയങ്ങളും പലർക്കും ഉണ്ട്. അപ്പോൾ അതിനെ ക്ലിയർ ചെയ്യാനുള്ള 3 പോയിന്റ്സ് ആണ് ഇവിടെ യൂട്യൂബ് തന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത്, യു ആർ ഇൻ കൺട്രോൾ, ഓൺലി യു ക്യാൻ മേക്ക് ചേഞ്ചസ് ടു ദ വീഡിയോ. അതായത് നമ്മൾ കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ വീഡിയോ ആണ് ആരാണോ കൊളാബ് ചെയ്യുന്നത് അവരുടെ കയ്യിലാണ് കംപ്ലീറ്റ് കൺട്രോളും. എന്ത് ചേഞ്ചസും കാര്യങ്ങളും വരുത്തണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് മാത്രമേ വരുത്താൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, എക്സ്പാൻഡഡ് റീച്ച്, അതായത് വി വിൽ ഹെൽപ്പ് യുവർ വീഡിയോ റീച്ച് യുവർ കൊളാബറേറ്റേഴ്സ് ഓഡിയൻസസ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ വീഡിയോ, നിങ്ങൾ കൊളാബ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ നിങ്ങളുടെ ആരൊക്കെയായിട്ടാണോ കൊളാബ് ചെയ്യുന്നത് അവരുടെ ഓഡിയൻസിലേക്ക് എത്തിക്കുന്ന ഒരു ജോലി അത് യൂട്യൂബിൻ്റെതാണ്. നമ്മൾ ജസ്റ്റ് കൊളാബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. മൂന്നാമത്തെ പോയിന്റ്, ഫുൾ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ യു കീപ് ഓൾ ദ റവന്യൂ, വ്യൂസ് ആൻഡ് വാച്ച് ടൈം ഫ്രം ദ വീഡിയോ. അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന വ്യൂസും വാച്ച് ടൈമും റവന്യൂവും ഇത് ആരാണോ കൊളാബ് ചെയ്യുന്നത്, അതായത് ആരുടെ വീഡിയോ ആണ് നമ്മൾ കൊളാബ് ചെയ്യുന്നത് അവർക്കുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ മറ്റ് കൊളാബറേറ്റേഴ്സിന് ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? സപ്പോസ് ഞാനിപ്പോൾ എൻ്റെ ഒരു വീഡിയോ മറ്റ് 5 യൂട്യൂബേഴ്സുമായിട്ട് കൊളാബ് ചെയ്യുമെങ്കിൽ ഇവിടെ നോക്കാം, ഇതേപോലെ ആയിരിക്കും ഇത് ഓഡിയൻസിൻ്റെ മുന്നിൽ എത്തുന്നത്. ഇവിടെ ഇപ്പോൾ 3 കൊളാബറേറ്റേഴ്സേ ഉള്ളൂ, പക്ഷേ 5 കൊളാബറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇത് ഓഡിയൻസിൻ്റെ മുന്നിൽ എത്തുമ്പോൾ ഞാൻ ഉൾപ്പെടെ, ഇത് കൊളാബ് ചെയ്യുന്ന ആൾ ഉൾപ്പെടെ 6 പേരുടെ കാര്യങ്ങളായിരിക്കും അവിടെ ഈ വീഡിയോയുടെ താഴെയായിട്ട് ഈ ഓഡിയൻസിനെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഓരോ കൊളാബറേറ്റേഴ്സിനും മറ്റ് 5 പേരുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവർക്ക് ഇവിടെ നിന്നും സബ്സ്ക്രിപ്ഷൻസ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവരുടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള ചാൻസ് ഇവിടെ വളരെ കൂടുതലാണ്. അങ്ങനെ അവർക്ക് അവരുടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാവുന്നതാണ്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ പ്രയോജനമുണ്ട് ഇവിടെ. അതായത് നിങ്ങൾ ആർക്കെങ്കിലും, നിങ്ങളെ അറിയാത്ത ആർക്കെങ്കിലും ഇതേപോലെ കൊളാബ് ചെയ്യാനുള്ള ഇൻവിറ്റേഷൻ അയച്ചു കഴിഞ്ഞാൽ അവരിതിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. നിങ്ങളെ അറിയാവുന്നവരായിരിക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കണം, നിങ്ങൾ പരസ്പരം സംസാരിച്ച് ഒരു ധാരണയിൽ എത്തിയിരിക്കണം. അതായത് ഇന്ന് ഞാൻ 5 പേരുമായിട്ട് കൊളാബ് ചെയ്തെങ്കിൽ, എൻ്റെ വീഡിയോ കൊളാബ് ചെയ്തെങ്കിൽ അവർ ഓരോരുത്തരുടെയും വീഡിയോസ് ഞാനുമായിട്ടും കൊളാബ് ചെയ്യണം, ആ ഒരു ധാരണ ഉണ്ടാവണം. ഈ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് പോയെങ്കിൽ എല്ലാവർക്കും വ്യൂസും വാച്ച് ടൈമും സബ്സ്ക്രൈബേഴ്സും കൂട്ടാം, അതുപോലെ കൂടുതൽ പൈസയും ഉണ്ടാക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ കൊളാബ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ആരുമായിട്ടാണ് നമുക്ക് കൊളാബ് ചെയ്യേണ്ടത് അവരുടെ ചാനൽ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ റിസൂസ് ലൈഫ് സ്റ്റൈൽ ആ ഒരു ചാനൽ ഷെയർ ചെയ്യണം. അപ്പോൾ റിസൂസ് ലൈഫ് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ആ ചാനൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ചാനൽ ഇതുമായിട്ടാണ് ഞാൻ കൊളാബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ചാനലിൻ്റെ മുകളിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഇൻവൈറ്റ് എ കൊളാബറേറ്റർ ആ ഒരു സ്ക്രീൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും താഴെയായിട്ട് ക്രിയേറ്റ് ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും വന്നിട്ടുണ്ട്.
അതുപോലെ മറ്റൊരു കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, അതും കൂടെ മനസ്സിലാക്കുക. അലൗ അനാലിറ്റിക്സ് വ്യൂവിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ വീഡിയോയുടെ അനാലിറ്റിക്സ് നമ്മുടെ കൊളാബറേറ്റേഴ്സെ കാണിക്കും. അഥവാ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമ്മുടെ ഈ വീഡിയോയുടെ അനാലിറ്റിക്സ് കാണിക്കത്തില്ല. അഥവാ നമ്മളിത് ഓൺ ചെയ്ത് കൊടുത്താലും ശരി, നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് എത്ര പൈസ കിട്ടി, നമ്മുടെ റവന്യൂ, അത് അവരെ കാണിക്കത്തില്ല. അതിവിടെ യൂട്യൂബ് പറയുന്നുണ്ട്. ദേ വോണ്ട് ഹാവ് ആക്സസ് ടു എനി റവന്യൂ ഇൻഫർമേഷൻ, അത് അവരോട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കണോ ഓഫ് ചെയ്ത് കൊടുക്കണോ അത് നിങ്ങൾ തീരുമാനിക്കുക. ഇനി ഞാനിവിടെ ക്രിയേറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക കോപ്പി ആൻഡ് ഷെയർ യുവർ ഇൻവൈറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഇൻവിറ്റേഷൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ലിങ്ക് കോപ്പി ചെയ്യുകയും ചെയ്യാം, അതല്ലെങ്കിൽ താഴെ ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഇതേപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിലൂടെ എങ്ങനെയാണോ അവർക്ക് ഷെയർ ചെയ്യേണ്ടത് അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിനെ ഇതേപോലെ ഇവിടെ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് റിസ്വാൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചാനലാണിത്. അദ്ദേഹത്തിൻ്റെ വാട്സാപ്പിൽ ഞാൻ ഇത് അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചും പറയുന്നുണ്ട് ഇതേപോലെ ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട്, ഇതിനെ അക്സെപ്റ്റ് ചെയ്യണമെന്ന്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ഈ കൊളാബറേറ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഈ ഒരു സ്ക്രീനിൽ തന്നെ നിൽക്കരുത്. ഇപ്പം ഞാനിവിടെ റിസ്വാനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഈ ഒരു സ്ക്രീനിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ റിസ്വാൻ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. കാരണം നമ്മളിവിടെ ബാക്ക് വരണം. ബാക്ക് വന്നിട്ട് നമ്മളിപ്പോൾ സെറ്റിങ്സിൽ ഒരു ചേഞ്ചസ് ചെയ്തതാണ്. അപ്പോൾ സെറ്റിങ്സിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ സേവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിലേക്ക് നോക്കിയാൽ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷമേ റിസ്വാൻ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ഏതെങ്കിലും കൊളാബറേറ്റേഴ്സിന് ഇത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഈ അക്സെപ്റ്റൻസ് നടക്കത്തുള്ളൂ. അപ്പോൾ സേവ് ചെയ്യാൻ മറക്കരുത്. സേവ് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത കൊളാബറേറ്ററിനെ ഇൻവൈറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ കൊളാബറേറ്റേഴ്സിന് നമ്മൾ എങ്ങനെയാണ് ഇൻവിറ്റേഷൻ കൊടുക്കേണ്ടത് അത് ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. മറ്റ് 2 പേർക്കും ഇതേപോലെ ഞാൻ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം സെയിം രീതി തന്നെയാണ്. അപ്പോൾ അവരിതിനെ എന്ത് ചെയ്തു? അവരിതിനെ അക്സെപ്റ്റ് ചെയ്തോ അതോ എപ്പോഴും പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണോ? അതും അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമുക്ക് ഇതുപോലെ ഇൻവൈറ്റ് ചെയ്ത് കൊളാബറേറ്റർ ആക്കണോ? ഈ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഈ വീഡിയോയുടെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വീണ്ടും നമ്മളിവിടെ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴേക്ക് നോക്കുക ഇൻവൈറ്റ് എ കൊളാബറേറ്റർ, അതിൽ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക ഞാനിപ്പോൾ ഇൻവിറ്റേഷൻ കൊടുത്ത 3 കൊളാബറേറ്റേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മുകളിൽ റിസൂസ് ലൈഫ് സ്റ്റൈൽ, അദ്ദേഹം ഇതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ് കൊളാബറേറ്റർ എന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഫൺ ഫാക്ടറി, ഇത് കണ്ണൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം ഇതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ് കൊളാബറേറ്റർ എന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ദിവ്യ ഗുരുവായൂർ, ദിവ്യ ഇതിനെ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ദിവ്യ എൻ്റെ ഒരു സുഹൃത്താണ്. ദിവ്യ ഇപ്പോഴും അതിനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ദിവ്യ ഇതിനെ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അത് നമുക്ക് ഇതിലൂടെ നോക്കാം. ഇവിടെ നോക്കുക ദിവ്യയുടെ വാട്സാപ്പിൽ ഞാൻ അയച്ച ഈ കൊളാബറേഷൻ്റെ ലിങ്ക് കാണിക്കുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് യൂട്യൂബ് സ്റ്റുഡിയോയിലായിരിക്കും ഇത് ഓപ്പൺ ആകുന്നത്. ഇവിടെ നോക്കുക യു ആർ ഇൻവൈറ്റഡ് ടു കൊളാബറേറ്റ് എന്ന് പറഞ്ഞ് ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ യൂട്യൂബ് ഒരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്, കൊളാബറേഷൻ ഓൺ യുവർ ചാനൽ എന്ന് പറഞ്ഞിട്ട് വെൻ ദിസ് വീഡിയോ ഈസ് പബ്ലിക് ഇറ്റ് വിൽ ഷോ ഓൺ യുവർ ചാനൽ ഹോം ടാബ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ പബ്ലിക് ആയി കഴിയുമ്പോൾ ആദ്യം നിങ്ങൾ ഈ കൊളാബറേഷൻ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ പബ്ലിക് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ ഹോം ടാബിലും ഇത് കാണിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കാം. ഇനി ഈ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്താൽ, അതായത് ദിവ്യ ഇതിനെ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്, അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ കൊളാബറേഷൻ സക്സസ് ആവുന്നുണ്ട്. ഇനി നിങ്ങളിത് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ ഇത് എങ്ങനെയാണ് കാണിക്കുന്നത്? അതായത് ഇപ്പോൾ ദിവ്യ ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ദിവ്യയുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലെ കണ്ടന്റിൽ താഴെയായിട്ട് ഇതേപോലെ കാണിക്കും. അതുപോലെ തന്നെ മറ്റ് 2 പേരും ഇതുപോലെ അക്സെപ്റ്റ് ചെയ്തവരുടെയും യൂട്യൂബ് സ്റ്റുഡിയോയിൽ അവരുടെയും കണ്ടന്റ്സിൽ ഏറ്റവും താഴെയായിട്ട് ഈ കൊളാബറേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ അവിടെ കാണിക്കും. ഇനി ഇവിടെ തന്നെ ഈ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഓപ്പൺ ആകും. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നോക്കുക കൊളാബറേഷൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക മാനേജ് യുവർ കൊളാബറേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോയിൽ ആരൊക്കെയാണോ കൊളാബ് ചെയ്തിട്ടുള്ളത് അവരുടെ എല്ലാവരുടെയും പേരും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങളുടെ ചാനലിൻ്റെ സൈഡിലായിട്ട് വിഡ്രോ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കൊളാബറേഷനിൽ നിന്നും വിഡ്രോ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം യൂട്യൂബ് സ്റ്റുഡിയോയിലാണ്. ഇനി നിങ്ങളുടെ ചാനൽ, അതായത് ഈ കൊളാബ് ചെയ്തിട്ടുള്ള ആരുമായിട്ടാണോ ഞാൻ കൊളാബ് ചെയ്തിട്ടുള്ളത് അവരുടെ ചാനലിൽ ഒരു പബ്ലിക് കയറി കഴിഞ്ഞാൽ അവരുടെ ചാനൽ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ റിസ്വാൻ്റെ ചാനൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റിസ്വാൻ്റെ ചാനലിൽ ഇവിടെ ഹോം ടാബിൽ തന്നെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴേക്ക് നോക്കുക കൊളാബറേഷൻസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈ ഒരു വീഡിയോയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചാനൽ ഈ കൊളാബിൽ ആരൊക്കെ ഉണ്ടോ അവരുടെ ചാനലിൽ ഒരു പബ്ലിക് കയറി കഴിഞ്ഞാൽ അവരുടെ ഹോം ടാബിൽ തന്നെ ഈ കൊളാബ് ചെയ്തിട്ടുള്ള വീഡിയോസും ഇതേപോലെ ഏറ്റവും താഴെയായിട്ട് കാണിക്കും. അതേപോലെ ഒരു പബ്ലിക് ഈ വീഡിയോ അവരുടെ മുന്നിൽ എത്തിക്കഴിയുമ്പോൾ അതിനെ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്ക് ഈ 3 പേരുടെയും ആരൊക്കെ ഈ കൊളാബറേഷൻ ഉണ്ടോ 3 പേരുടെയും ചാനലിൻ്റെ ലോഗോ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൽ ആ പബ്ലിക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ അവരിൽ ആരെയൊക്കെ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണോ അവരെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതോടൊപ്പം തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഓരോരുത്തരായിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കൊളാബറേഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും കൊളാബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കൂട്ടുകാരുമായിട്ട് എത്രയും പെട്ടെന്ന് കൊളാബ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ നിങ്ങളുടെയും
വ്യൂസ് കൂട്ടാവുന്നതാണ്, കൊളാബിലേക്ക് വരുന്നവരുടെ സബ്സ്ക്രൈബേഴ്സും കൂട്ടാവുന്നതാണ്. അതുപോലെ മ്യൂച്വലി നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യൂസും സബ്സ്ക്രൈബേഴ്സും വാച്ചബേഴ്സും ഒക്കെ കൂട്ടാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ പൈസ യൂട്യൂബിൽ നിന്നും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.